കണ്ണാടി പോലെ തെളിഞ്ഞ തടാകവും വിശാലമായ പുൽമേടുകളും നിറഞ്ഞ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കശ്മീരിലെ പെൽഗാം ഒറ്റ ദിവസം കൊണ്ട് കണ്ണീർ തടാകമായി. പഠാണിയുടെ പോലീസ് വേഷത്തിൽ അമേരിക്കൻ നിർമ്മിത റൈഫിളുകളുമായി എത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തപ്പോൾ പൊലിഞ്ഞത് 28 ജീവനുകളാണ്. വിവാഹത്തിന്റെ 6ാം ദിവസം ഭർത്താവ് വിനയ് നർവാളിനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയുടെ കണ്ണുനീർ കണ്ടുനിൽക്കാൻ കഴിയില്ല. മലയാളി രാമചന്ദ്രന് നേരെ വെടിയുതിർത്തത് മകളും പേരക്കുട്ടികളും നോക്കി നിൽക്കുകയാണ്. മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിന്റെ കഥകൾക്കൊപ്പം അതേ മതത്തിൽപ്പെട്ടവർ രക്ഷകരായ കഥകളും പെൽഗാമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കുതിരസവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വെടിയേറ്റു മരിച്ചത് സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. മരിച്ചതായി ആദ്യം സ്ഥിരീകരിച്ച കർണാടക ഷിമോഗ സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും ബിസ്മില്ല ചൊല്ലി തന്നെയും മകനെയും രക്ഷിച്ച കശ്മീരികളെ തൊഴുകൈകളോടെ ഓർക്കുന്നു. ഭീകരതയ്ക്ക് മതമുണ്ടെന്ന വാദവുമായി ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. തീ കൊണ്ടുള്ള കളിയാണ്. ഭീകരതയുടെ ലക്ഷ്യവും അതാണ്. വെടിയുണ്ടകളേക്കാൾ മൂർച്ചയോടെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കാനുള്ള തന്ത്രമാണ്. ആ കുടിലത തിരിച്ചറിഞ്ഞ ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ നാടൊരുമിക്കണം. കേന്ദ്രത്തിന്റെ നടപടികൾക്കൊപ്പമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണ്. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചും ഭീകരരോട് തിരിച്ചടിച്ചും മറുപടി നൽകേണ്ടതുണ്ട്.